ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങളിൽ മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പോകും. സാധ്യതയില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ദൈവവചനം പറയുകയാണ്. മരുഭൂമിയിലും വരണ്ട നിലത്തിലും എന്തുവാണ് ആനന്ദം? നിർജ്ജന പ്രദേശത്ത് എന്തുവാണ് ഉല്ലാസം? എന്നാൽ അതിൻ്റെ അടുത്ത ഭാഗത്ത് പറയുകയാണ്, അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ലെബാനോൻ്റെ മഹത്വവും കർമ്മേലിൻ്റെയും ഷാരോൻ്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിൻ്റെ തേജസ്സും കാണും. എന്നെ കേൾക്കുന്ന പ്രിയരെ, മരുഭൂമിയാകട്ടെ, വരണ്ട നിലമാകട്ടെ, നിർജ്ജന പ്രദേശമാകട്ടെ, ദൈവമഹത്വവും ദൈവ തേജസ്സും അവിടെ ഇറങ്ങിയാൽ അത് ഷാരോനിലെ പനിനീർ പുഷ്പം പോലെ പൂക്കും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായത്തിൽ അടുത്ത ഭാഗമൊക്കെ പറയുന്നത്, തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പിൻ. തളർന്നു കിടക്കുന്നവരുണ്ട്, കുഴഞ്ഞു കിടക്കുന്നവരുണ്ട്. കാരണം അവരുടെ ജീവിതത്തിൻ്റെ മരുഭൂയാത്രയും അവരുടെ ജീവിതത്തിലെ വരണ്ട അവസ്ഥയൊക്കെ അവർ തളർന്നു കിടക്കുന്നുണ്ട്. എന്നാൽ വചനം പറയുന്നു, അവരെ ബലപ്പെടുത്ത്, അവർക്ക് ഉൾക്കരുത്ത് കൊടുക്ക്. എങ്ങനെ കൊടുക്കും? അവരുടെ ആത്മാവിൽ പറയുക, ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ തേജസ്സും നിങ്ങളുടെ വിഷയത്തിനകത്ത് വന്നാൽ ഷാരോൻ്റെ ഒരു ശോഭ നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടും. ഇന്നലകളിൽ മരുഭൂമി ആയിരിക്കാം നിങ്ങൾ ഈ തളർന്നു കിടക്കുന്നത്, നിങ്ങളെ ഇന്നത്തെ വരണ്ട നിലത്തിൻ്റെ സാഹചര്യമായിരിക്കാം. പക്ഷെ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇറങ്ങി വന്നാൽ, ദൈവത്തിൻ്റെ തേജസ് നിങ്ങളുടെ ലൈഫിൽ വന്നാൽ, വചനം പറയുന്നു, ആ വരണ്ട് കിടക്കുന്ന, അങ്ങനെ പറയുന്നത്, അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. അത് ഏത്? ആ വരണ്ട അവസ്ഥ. ഇന്ന് നിങ്ങളുടെ ഫാമിലിക്കകത്ത് വരൾച്ചയാണോ? ഇന്ന് നിങ്ങളുടെ തലമുറയുടെ ജീവിതത്തിനകത്ത് വരണ്ട ഒരു സാഹചര്യമാണോ? മരുഭൂമിയാണോ? അല്ലെങ്കിൽ നിർജ്ജന പ്രദേശം പോലെ ആരും ഒന്ന് സഹായിപ്പാനില്ലാതെ, ആരും ഒന്ന് കൈത്താങ്ങനില്ലാതെ നിങ്ങൾ ഭാരപ്പെടുകയാണോ? വചനം പറയുന്നു, അതേ സാഹചര്യത്തിൽ നിങ്ങളെ മറ്റൊരിടത്ത് കൊണ്ടുപോയി അനുഗ്രഹിക്കാമെന്നല്ല, അത് തന്നെ നിങ്ങൾ ഇന്ന് ഫേസ് ചെയ്യുന്ന അതേ വിഷയത്തിനകത്ത് തന്നെ പ്രിയരെ, നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ തേജസ്സും നിങ്ങളുടെ ഭവനത്തിനകത്ത് വരുമ്പോൾ നിങ്ങൾ ബലപ്പെടും. ഈ തളർന്നു കിടക്കുന്ന നിങ്ങളുടെ മുഴങ്കാലുണ്ടല്ലോ, നിങ്ങൾ ബലത്തോടെ എഴുന്നേൽക്കും. വിശ്വാസത്തോടെ ആ മനോഹരത്വത്തെ കാണും എന്ന പ്രത്യാശയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.